ഹലോ ഗൈസ്, അപ്പോൾ ഞാനിത് എഴുതി കുട്ടിരിക്കുന്നത് എന്താണല്ലേ, നാളെ റീസോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 5:30 ഇവർ ഒന്നും നടന്നില്ല, ഒന്നും നടന്നില്ല. അപ്പോൾ ഇത് പ്ലാനിങ് വെച്ചിട്ടാ കാണുന്നുണ്ട്. ഈ ബേക്കിൽ കേട്ടോ ഈ സംഭവം. ഓക്കെ, അത് ഒന്ന് കേക്കാണ്. അത് മാമി ചെയ്തു തരാമെന്ന് പറയുന്നത്. ഒരു കുഞ്ഞി ബേക്കറാണ്. ആൻഡ് രണ്ടാമത്തത് ബാക്ക്ഗ്രൗണ്ട്. ലൈക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് വേണ്ടേ. അപ്പം അത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സാധനം പോയിട്ട് ഇന്ന് രാത്രി എടുക്കണം. പിന്നെ ഫോട്ടോഷൂട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മറ്റേ 2 എന്നുള്ള സിമ്പിളൊക്കെ വെച്ചിട്ട് ചെയ്യാനാണ്. ബട്ട് ഞാൻ അതിലൊരു തീരുമാനം നടത്തിയിട്ടുണ്ട്. അതെന്താണ് ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട് ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. അപ്പം അതാണിപ്പം സത്യത്തിലായത്. പിന്നെ ഡ്രസ്സ് അതിന് ഇന്ന് രാത്രി എടുക്കാൻ പറ്റുമെങ്കിൽ ഞായറാഴ്ചയാണ്, എന്താണെന്നറിയില്ല. പിന്നെ ഫുഡ് ആദ്യം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ കഴിച്ചത് ലൈക്ക് ബ്രോസ്റ്റും അതേപോലെ മന്തി, കുബൂസ് അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. ബട്ട് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ടും ചില സാങ്കേതികത മൂലവും ഞങ്ങളത് ചിക്കൻ ബിരിയാണിക്ക് മാറ്റി. അപ്പം ഫുഡിൻ്റെ ഫിക്സറാണ്. ബട്ട് സാധനങ്ങൾ ഇന്നലത്ത് തന്നെ വാങ്ങാൻ പോകണം. പിന്നെ ഇൻവൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മാത്രമേ വിളിച്ചുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇന്ന് രാത്രി വിളിക്കാം. അപ്പം ഇൻവൈറ്റും എവിടെ എത്തിയില്ല. ഇനി ഇന്ന് രാത്രി കാക്കാൻ ഫ്രണ്ട്സ് അതേപോലെ ഫാമിലീസ് ഒക്കെ വിളിക്കാൻ വേണ്ടി അപ്പം അത് സെറ്റാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ. ഇന്ന് രാത്രി ബാക്ക്ഗ്രൗണ്ട്, ഡ്രസ്സ്, ഫുഡിനുള്ള സാധനങ്ങൾ എല്ലാം സെറ്റാക്കണം. അപ്പോൾ പോയി എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ആർട്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ രാത്രിയാകുമ്പോഴത്തേനും എൻ്റെ ഡ്രസ്സ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഓരോ കളികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അത് ഞാൻ കരുതി ടീഷർട്ട് എടുക്കുകയായിരിക്കുന്നത്, ടീഷർട്ട് പാൻറ്റ് വിചാരിച്ചേനും. പക്ഷെ അതല്ല എടുത്തത്. അപ്പം വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് 2 ടീഷർട്ടും അതേപോലെ ട്രൗസേഴ്സും ഒക്കെ വാങ്ങിയതാണ്. എൻ്റെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും കണ്ടു. അത് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെന്ന് വെച്ചാൽ വേറെ സംഭവം നടന്നത്, ഞാനിപ്പുറത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഓരോന്ന് കിട്ടുന്നതിനനുസരിച്ച് കൊടുക്കുന്നതനുസരിച്ച് ഈ ക്യാമറേൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നതാണ് ബർത്ത്ഡേ ഡ്രസ്സ്. അപ്പോൾ ഓണിങ്ങാട്ടിൽ എക്സൈറ്റഡ് ആയത് മോളാണ്. അങ്ങനെ എന്തായാലും ഓൻ ഡ്രസ്സൊക്കെ എടുത്ത്, പക്ഷേ ഡ്രസ്സ് ഒഴിവാക്കിയാണ്ട് അവന് കവറിൻ്റെ ഉള്ളിൽ തപ്പ് അതിലെന്താണുള്ളത്. അതിന് അവസാനം കാക്ക ഡ്രസ്സ് എടുത്തെടുത്ത് നേരെ ക്യാമറയ്ക്കൊക്കെ തിരിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. അവന് ഒരു ക്യാമറ അഡിക്റ്റ് ആയതുകൊണ്ട് ഇതുണ്ട് ഭയങ്കര ഒരു വലിയ ആൾക്കാരെ കാണിക്കുമ്പോൾ ക്യാമറയൊക്കെ നോക്കി കാണിച്ചു തരുന്നുണ്ട്. ഗിഫ്റ്റ് വന്നതിന് വാപ്പൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സെറ്റാക്കുന്നുണ്ട്. അപ്പം ഇതാണ് അവൻ്റെ ഡ്രസ്സ്. ഇനി ഇതൊന്ന് അവനെ ചേഞ്ച് ആക്കിയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ അവൻ്റെ കിട്ടിയ ഡ്രസ്സ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടോ. ഈ സൈഡിലൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അങ്ങനെ അവൻ്റെ ഡ്രസ്സ് മാറ്റാൻ തുടങ്ങിയപ്പം ബേക്കിലുണ്ട് 36 ഭയങ്കര കളിയാണ്. അതിന് പിന്നെ അടി ക്യാമറക്കായി ഓക്ക് മുന്നിൽ നിൽക്കണം, അവന് മുന്നിൽ നിൽക്കണം. അങ്ങനെ കുറച്ച് കളിച്ചെന്തായാലും ഇപ്പോൾ ഇതാണ് ഡ്രസ്സ്. അങ്ങനെ ഇത് അവൻ്റെ ബർത്ത്ഡേ ദിവസമായിട്ടോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മാമയുടെ 2 ലെയറായിട്ട്. അതായത് 2 ടയറാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് പ്രിൻ്റ് എടുക്കാൻ വേണം. അതായത് നമ്മൾ പോളറോയിഡ്സ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പോൾ നേരെ നമ്മൾ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടുന്ന് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി, കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങി നേരെ പോയി പ്രിൻ്റ് ഷോപ്പിൽ അവിടെ നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് നേരെ വിട്ട്. കാരണം നമുക്ക് തീരെ ടൈമില്ലായിരുന്നു. ഈവനിങ് ആകുമ്പോഴത്തേനും എല്ലാവരും വരും. അപ്പോഴത്തേനും മൊത്തം സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ പുഡിങ് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം 11 മണി എങ്ങാനും ആയിട്ടുണ്ട് ഞാനിത് ചെയ്യുമ്പോൾ തന്നെ. ഇവിടെ ബ്രെഡ് കൊണ്ടുള്ള അറേബ്യൻ പുഡിങ് ആട്ടോ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ അതൊന്ന് വേഗം സെറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ ബാബീൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച ബാബീൻ്റെ നിന്നാണ് നമ്മൾ പരിപാടി നടത്തുന്നത്. ഈവനിങ് ആയപ്പോൾ മാമി വിളിച്ച് പറഞ്ഞു മാമി കേക്ക് സെറ്റാക്കിയത്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക് സെറ്റല്ലേ. ആൻഡ് ഒരു ഷർട്ട് തീമിലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ബാബീൻ്റെ വീട്ടിൽ പോയി അവിടെ ചെറിയ രീതിക്ക് ഒന്ന് ഇവൻറ്റ് സെറ്റ് ചെയ്യണം. ഇവൻ്റ് എന്ന് പറയാനല്ല, ജസ്റ്റ് കുറച്ച് ബലൂൺസും കർട്ടൻസൊക്കെ വെച്ച് ഞാനൊന്ന് സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ സാധനം എല്ലാവരും ഒന്ന് ഊതി വിളിപ്പിച്ചൊക്കെ സെറ്റാക്കാണ്. അപ്പോൾ ഏകദേശം നമ്മളെ ഒരു സെറ്റപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ആൻഡ് ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ കാക്കൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് ചാമ്പി കൊണ്ടുവന്നതാണ്. ഓന് ഇവൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. പക്ഷേ നമ്മൾ ചാമ്പിയതാണ് സാധനങ്ങളൊക്കെ. ചെറിയ രീതിക്ക് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്തായാലും ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ പിന്നെ കുറച്ച് പോളറോയിഡ്സ് പുതിയ വീടാണ്. അപ്പം അറിയില്ലേ, കുട്ടിൻ്റെ വീഡിയോ കണ്ടില്ലേ, അതുകൊണ്ടേക്ക് ഹാങ് ചെയ്യാൻ തോന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ടേബിൾ വെച്ചാണ് പോളറോയിഡ്സ്. അങ്ങനെ ഏകദേശം ടൈമായപ്പം എൻ്റെ കോളേജിലെ ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. ഒരു നേരത്തെ കാലത്തെ പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഒരുത്തനെ കണ്ടില്ലേ, വീഡിയോ എടുക്കാറും ഒന്ന് എല്ലാവരും കൂടി സെറ്റായി ജോറാക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ നേരെ ഫുഡ് കഴിച്ച് കേക്ക് കട്ടിങ്ങിന് മുന്നായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഹായ്. ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് മുഴുവനും വിളിച്ചിട്ട് ഇതിൽ ആകെ 6 ആൾക്കാരാണ് വന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്. മര്യാദയ്ക്ക് ഡ്രസ്സ് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടോളൂ. അതിന് നമ്മൾ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ്.
കാരണം ഫ്രണ്ട്സിന് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അപ്പം അവർക്ക് പോകാനും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സഡനായിട്ട് തന്നെയാണ് കേക്ക് കട്ട് ചെയ്തത്. ഞങ്ങൾ കണ്ണടയൊക്കെ വെച്ച് സെറ്റായിട്ട് കേട്ടോ, ലുക്കായില്ലേ. അപ്പം ഇത് കേട്ടോ നമ്മൾ കാണിച്ച ഡ്രസ്സിൽ പിന്നെ നമ്മൾ ഉള്ളിലേക്കൊരു ടീഷർട്ട് കൂടെ വാങ്ങി. അങ്ങനെ കത്തിയൊക്കെ പിപ്പിച്ച് നമ്മൾ കട്ട് ചെയ്യണം ഗൈസ്. അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ. അപ്പം അവന് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ നോക്കണ്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യുന്നത്. എല്ലാവരും ബർത്ത്ഡേ സോങ് ഒക്കെ പാടുന്നു. എൻ്റെ മോൻ്റെ അതിന് പിന്നെ കത്തിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടേ, കാരണം അവന് കൊടുക്കില്ല വിചാരിക്കലോ. അങ്ങനെ ഈ ഒരു കേക്ക് കട്ടിങ് പരിപാടി ഇവിടെ ഞങ്ങൾ മെല്ലെ സമാപിച്ച്. പിന്നെ വെച്ചാൽ അവന് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിട്ടാണ് ഗൈസ്. ഇതിൽ വേറെ വീഡിയോ ആക്കുന്നില്ല, ഇതിൻ്റെ കൂടെ തന്നെ ആക്കാണ്. അപ്പം ഇത് അവൻ്റെ ആപ്പാപ്പ കൊണ്ടു കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. ഈ ബോള് അവൻ്റെ ചെറിയ രീതിയിൽ, അതായത് എൻ്റെ അനിയത്തിമാർ കൊടുത്തതാണ് ഈ ഒരു ബോള്. അപ്പോഴത്തെ കാക്ക ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവൻ്റെ ആപ്പാപ്പ കൊണ്ടു കൊടുത്ത ഈ ഒരു ബോള്. ഓക്കെ, എൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ വോയിസ് ഓവർ എടുക്കുന്നത്. ഈ ബോൾ കൊണ്ട് ഒടുക്കത്തെ കളിയാണ് അവന്. ബോളും അതേപോലെ ഒരു ബാറ്റും കിട്ടിയിട്ടുണ്ട്, അത് രണ്ടും വെച്ചിട്ട്. അപ്പോൾ അത് അവൻ്റെ കയ്യിലതാണ് ബാറ്റുള്ളത്. അപ്പോൾ ഇതാണ് ഗൈസ് അപ്പാപ്പൻ്റെ ഗിഫ്റ്റ്. അപ്പാപ്പ വാങ്ങിയതെന്ന് വെച്ചാൽ ഒരു ടീഷർട്ടും അതേപോലെ തന്നെ ഒരു ട്രൗസറും. പിന്നെ ഇത് ഏകദേശം ഒരു 3 വയസ്സാകുമ്പം ആ റേഞ്ചിലൊക്കെ ഇടാൻ പറ്റിയ സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ പാപ്പയും ബാബിയും എല്ലാവരും നേരെ വീട്ടിലുണ്ട്. ബോളോടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു നിൽക്കുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ ടീഷർട്ടും ഇതും. ആൻഡ് ഇതെൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ്. ഒരു ബോക്സ് ചോക്ലേറ്റും അതേപോലെ പിന്നെ ഡ്രസ്സാണ് കൊണ്ടുവന്നത്. ഈ ഒരു ചോക്ലേറ്റ് ബോക്സ് പോക്കുമ്പോഴുള്ള റിയാക്ഷനാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സൗണ്ട് ഉണ്ടാക്കിയാണ്ട് അത് ചോക്ലേറ്റിൻ്റെ ബോക്സാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇതാട്ടോ ഡ്രസ്സ്. അപ്പം ഒരു ക്രീം കളറ് പിന്നെ ടീഷർട്ടും അതേപോലെ ട്രൗസറും അതാണ് എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നത്. പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് രണ്ടുമാണത്. എൻ്റെ ഈ ഒരു സാധനം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അത് എൻ്റെ ഉമ്മ കൊണ്ടുവന്നതാണ്. ഈ ഒരു ടീഷർട്ടും അതേപോലെ തന്നെ ഈ ഒരു 3/4 പാൻറ്റും, ഒരു ഏകദേശം ഒരു ബ്ലാക്ക് ഷർട്ടിൽ നിന്ന് ലൂസ് ഫിറ്റ് ടീഷർട്ടാട്ടോ അത്. അങ്ങനെ ഈ ഒരു 2 സാധനങ്ങൾ. പിന്നെ എൻ്റെ നാത്തൂസ്, അതായത് കാക്കൻ്റെ പെങ്ങൾ കൊണ്ടുവന്നതാണിത്. ഈ ഒരു ഗ്രീൻ പാൻറ്റും അതുപോലെ തന്നെ ഈ ഒരു ഷർട്ടും. ഈ ഒരു ഷർട്ടും അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതും പക്ഷേ കുറച്ച് ഒരു 3 വയസ്സൊക്കെ ആയിട്ടേ അവന് ഇടാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ തപ്പി നോക്കുകയാണ് ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന്. പ്രത്യേകിച്ച് ഇല്ല, അങ്ങനെ മറ്റേ മറിച്ചതൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം വേറെ സംഭവങ്ങളുണ്ട്, ഒരു കേക്കും ഒരു ഗിഫ്റ്റ് ആയിട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.